അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലുള്ള ആത്മീയതയോ അതായത് സ്പിരിച്വാലിറ്റിയോ മിസ്റ്റിസിസമോ ഒന്നുമല്ല. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവന് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് അവൻ യാത്രകൾ ചെയ്യുമ്പോഴായിരിക്കും. അങ്ങനെ ഉള്ള ഒരു യാത്രയുടെ വീഡിയോ ആണിത്. യാത്രകൾ എപ്പോഴും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു തെറാപ്പി പോലെയാണ്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്രകൾ, സോളോ ട്രിപ്സ്. ഒറ്റയ്ക്കുള്ള യാത്രകളുടെ സുഖം നമ്മൾ ഒരിക്കൽ അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് യാത്രകൾ പോകും. അത് അത്രമാത്രം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും അത് സന്തോഷിപ്പിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിൽ വന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മൂന്നാറിലെ മഞ്ഞ് പാകിയ തേയില തോട്ടങ്ങൾ, മലകൾ, മറയൂരിലെ കാടുകൾ, കാന്തല്ലൂരിലെ തോട്ടങ്ങൾ, വട്ടവടയിലെ സ്ട്രോബെറി ഫാം, ഇവയെല്ലാമാണ് ആദ്യമേ എൻ്റെ മനസ്സിൽ വന്നത്. ഇവിടൊക്കെ ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ളതുമാണ്. എന്നാലും ഒന്നുകൂടൊന്ന് പോയിട്ട് വന്നാലോ, അതോ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കണം? സാധാരണ മലമുകളിലോട്ടാണ് യാത്രകൾ പോകാറ്. എന്നാൽ ഈ പ്രാവശ്യം താഴെ ഇറങ്ങി ഒരു ബീച്ചിലോട്ട് വിട്ടാലോ? അങ്ങനെ മനസ്സിൽ വർക്കല ഓർമ്മ വന്നു. വർക്കല ഇതിനു മുൻപ് ഒരുപാട് വട്ടം പോയിട്ടുമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ അങ്ങനെ സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വൺ ഡേ ട്രിപ്പായിട്ട് മാത്രമേ അവിടെ ഞാൻ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു 2 ദിവസം അവിടെ നിന്ന് അവിടുത്തെ വൈബൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് വരാമെന്ന് വെച്ചു. സോ ഓഫ് ടു വർക്കല. വർക്കലയിൽ വന്ന് ഇറങ്ങിയത് ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറുന്ന സമയം തൊട്ട് അവിടെ വന്ന് ഇറങ്ങുന്നിടം വരെ നല്ല മഴയായിരുന്നു. ഞാൻ ഓർത്തു പണി പാളിയോ എന്ന്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോഴേ അറിയാം, ഇത് ഒരു ഉച്ച സമയത്തെ കാലാവസ്ഥയാണ്. നല്ല കാറ്റും മഴയും എല്ലാം ഉണ്ടായിരുന്നു. അത് മാത്രവുമല്ല, കടല് നല്ലതുപോലെ കയറി കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ക്ലിഫിന്റെ മുകളിലാണ്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ കടല് മൊത്തം ബീച്ചിലോട്ടങ്ങ് കയറി കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു വേലികേറ്റ സമയമായിരുന്നു. ഈ കാണുന്ന ഫോട്ടോ ഞാൻ നേരത്തെ വർക്കലയിൽ പോയ ഒരു സമയത്ത് എടുത്തതാണ്. ഇങ്ങനെയാണ് വർക്കല ബീച്ച് ഇരിക്കുന്നത്. ക്ലിഫിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ കുറച്ച് പേര് അവിടെ നിന്ന് മീൻ പിടിക്കുന്ന കണ്ടു. അതങ്ങനെ കണ്ടുകൊണ്ട് കുറച്ചു നേരം അവിടെ നിന്നു. അങ്ങനെ ക്ലിഫിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഞാൻ താമസിക്കാൻ പോകുന്ന ഹോസ്റ്റലിലേക്ക് എത്തി. ഹോസ്റ്റൽ EXP. ഞാൻ booking.com വഴിയാണ് ഈ ഹോസ്റ്റൽ ബുക്ക് ചെയ്തത്. ഓഫ് സീസൺ ആയതുകൊണ്ട് എനിക്ക് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടി. എനിക്ക് 2 നൈറ്റ്സിന് 1500 ആയി. ഞാൻ ബുക്ക് ചെയ്തത് റൂമല്ല, ഡോർമെട്രിയാണ്. ഇതൊരു ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി പേര് ഇവിടെ വന്ന് താമസിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. ഇതൊരു ഹിപ്പി വൈബ് രീതിയിലുള്ള ഒരു നല്ലൊരു ഹോസ്റ്റലാണ് ഇവിടെ. നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴേ അറിയാം ഇവർ ഈ ഒരു തീം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കുന്നു എന്ന്. ഇത് ആ ഒരു ഹോസ്റ്റലിന്റെ ഇന്റീരിയർ ആണ്. ഹോസ്റ്റലിന്റെ ഇന്റീരിയർ എല്ലാം ഇവരൊരു ഹിപ്പി നൊമാഡിക് വോണ്ടർലസ് വൈബിലാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന്
കഴിക്കാൻ പറ്റും. ഫുഡ് പക്ഷേ നമ്മുടെ ഡോർമെട്രിയിൽ കയറ്റാൻ പറ്റില്ല. നമുക്കിവിടെയുള്ള ആ ഹോളിലുള്ള ഡൈനിങ് ടേബിളിൽ ഇരുന്ന് നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. ഇതാ ഒരു കയറി വരുന്ന ഹോളിൽ കാണുന്ന 2 ബെഡാണ്. പിന്നെ ഇവിടെ കിച്ചണും ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഡ്രഗ്സ് ആ വക കാര്യങ്ങളൊന്നും എലൗഡ് അല്ല. അതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ കിച്ചൺ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പുറത്തു നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കുക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഗ്യാസ് കണക്ഷൻ, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത ഡോർമെട്രി. ഇതൊരു 4 ബെഡ് AC ഡോമാണ്. നല്ല സൗകര്യമുണ്ട്. നമ്മളെപ്പോഴും ഒരു സോളോ ട്രിപ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള ഒരു അക്കോമഡേഷൻ തന്നെയാണിത്. ഇതെന്തായാലും സോളോ ട്രിപ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള കബോർഡും എലോങ് വിത്ത് കീ നമുക്ക് ലഭിക്കും. നമ്മുടെ വാല്യുബിൾസ് ഒക്കെ നമുക്കതിൽ ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇതാണ് ഈ ഒരു ഡോമിൻ്റെ ടോയ്ലറ്റ് എന്ന് വെച്ചാൽ ബാത്ത് ടബൊക്കെയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം വൃത്തിയുള്ള നല്ല ടോയ്ലറ്റാണ്. നിങ്ങൾക്കത് കാണുമ്പോഴേ അറിയാം. പിന്നെ ഇതാണ് ആ ഒരു ഹോസ്റ്റലിൻ്റെ നൈറ്റ് വ്യൂ. നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക് ഒരു ഉച്ച സമയമായിരുന്നു. ഇപ്പോൾ കാണുന്നതാണ് ആ ഒരു ഹോസ്റ്റലിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ്. ഇവിടെ ഇഷ്ടംപോലെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം അവർ TT കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ TT മാത്രമല്ല, അല്ലാതെ കുറേ ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ ഒരു ഡെക്കറേഷൻ, ആ ഒരു വൈബ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഹിപ്പി വാണ്ടർലസ്റ്റ്, എന്ത് പറയുക, ഒരു സോൾ ബീറ്റ് വൈബാണ്. ഡ്രംസ്, പിന്നെ അല്ലാതെ തന്നെ മറ്റ് പല ഗെയിംസ്. നമുക്കിവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ബുക്സ് വായിക്കാം, നമുക്ക് വേണേൽ വർക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ ഒരു ബുക്സിൻ്റെ ഒരു ശേഖരമുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ആ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ കുറേ ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ബോർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിലൊരു നല്ലൊരു വൈബ്, നല്ലൊരു ഹോസ്റ്റൽ ആണിത്. ഞാനിവിടെ വന്ന വെള്ളിയാഴ്ച നല്ല മഴ ആയിരുന്നെങ്കിലും ശനിയാഴ്ച ആയപ്പോഴേക്കും നല്ല വെയിലായി. നിങ്ങൾക്കിത് കാണുമ്പോഴേ അറിയാം. ഞാൻ പിന്നെ ആ ഒരു വർക്കലയുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊന്നും പോയി കണ്ടില്ല. ഞാൻ താമസിച്ച സ്റ്റേ ആ ഒരു ക്ലിഫും ബീച്ചിന്റെയും വളരെ അടുത്തായതുകൊണ്ട് ക്ലിഫും ബീച്ചും മാത്രം ചുമ്മാ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു. നമ്മളെപ്പോഴും ഒരു സോളോ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്, സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്കപ്പോഴും സോളോ ട്രിപ്സ് പോകുന്നത് തന്നെ. അങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ക്ലിഫിൽ കൂടെ നേരെ നടന്ന് നമ്മുടെ ബ്ലാക്ക് ബീച്ച് വരെ എത്തി. ബ്ലാക്ക് ബീച്ച് എന്ന് വെച്ചാൽ ക്ലിഫിന്റെ അങ്ങേ അറ്റമാണ്. അപ്പൊ അത് ഞാൻ താമസിക്കുന്ന സ്റ്റേയുടെ അവിടുന്ന് ഒരു 10-20 മിനിറ്റ്, 20 ഒരു ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ നടക്കാനുണ്ട്. അങ്ങനെ ക്ലിഫിൽ കൂടെ നടന്ന് ആ ക്ലിഫിന്റെ അങ്ങേ അറ്റമായ ബ്ലാക്ക് ബീച്ച് വരെ എത്തി. ഇതാണ് ബ്ലാക്ക് ബീച്ച്. ഇവിടെ കടൽ അങ്ങനെ കേറി കിടപ്പില്ല. ആക്ച്വലി ഇവിടെ മാത്രമാണ് നമുക്ക് കടലിലോട്ട് ഈ ആ ഒരു ടൈമില് ഈ ഇറങ്ങാൻ പറ്റുന്നത്. ബാക്കി അപ്പുറത്തൊക്കെ കടലിൽ കയറി അങ്ങ് കിടക്കുവാണ്. അങ്ങനെ ഇവിടെ കുറച്ചു നേരം ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കടലൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് ഇരുന്നിവിടെ. ഈ ഒറ്റയ്ക്കുള്ള യാത്രകൾ, അതായത് ഈ ഒരു സോളോ ട്രിപ്സും പിന്നെ ഈ ഹോസ്റ്റൽ ഡോം ലൈഫിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് വശം എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറേ സോൾസുമായിട്ട്, കുറേ ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ കാണുന്ന ഗെയിംസിലുള്ള ആൾക്കാർ മൊത്തം നമ്മുടെ ഹോസ്റ്റലിൽ ഉള്ളതാണ്. ഇവരൊന്നും നമുക്ക് നേരത്തെ അറിയത്തില്ല, ഇവിടെ വന്ന് പരിചയപ്പെട്ട് കമ്പനി ആയവരാണ്. പിന്നെ നമ്മുടെ 2 ദിവസത്തെ സോളോ വർക്കല ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ.